ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ ചെറിയൊരു ബിസിനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനാട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നതിൽ ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാലും മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ സ്കിപ്പ് ചെയ്യുന്നത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ തുടങ്ങിയ ബിസിനസ് പറഞ്ഞാൽ ഇതാണ് 18 ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റ് വരുന്ന ആൻറ്റി ടെന്നിഷ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ജ്വല്ലറീസിൻ്റെ ബിസിനസ് അവിടെ ഞാൻ തുടങ്ങിയിരിക്കുന്നത്. ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് 2 വർഷം ആവാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. യൂട്യൂബ് വഴി ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത് കുറച്ച് പേർക്കൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ അവരെല്ലാവരും സപ്പോർട്ട് എനിക്ക് നന്നായിട്ട് അവരെല്ലാവരും പർച്ചേസ് ചെയ്തു. അത് ഒരുപാട് താങ്ക്സ് ഞാൻ പറയണം. പിന്നെ ഞാനിത് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം പറഞ്ഞാൽ ഞാനുള്ളത് ദുബായിലാണ്. അപ്പോൾ നമുക്ക് 3 കുട്ടികളായിട്ടുള്ളത്. അപ്പോൾ 3 പേരും ചെറുതാണ്. അപ്പോൾ നമുക്ക് അധികം ഏജ് ഡിഫറൻസും ഇല്ല. മുമ്പ് ഞാൻ വർക്ക് ചെയ്തിരുന്നു, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ സൈഡായിട്ട് ഇതുപോലെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ബിസിനസ് എന്നല്ല, നമുക്ക് ഇപ്പോൾ ചിലവർക്ക് ക്ലോത്തിങ് ആയിരിക്കും, ചിലപ്പോൾ അച്ചാറുണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ, അതുപോലെ കേക്ക്സ്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ ഏത് മേഖലയാണ് ഇഷ്ടം വെച്ചാൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് മുടക്കിയിട്ട് ചെറിയ ഇതുപോലെ സൈഡായിട്ട് ബിസിനസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലൊക്കെ ജോലിക്ക് പോകാൻ പറ്റാത്തവരുണ്ടാവും, നമ്മളെ വീട്ടമ്മമാരുണ്ടാവും, ആർക്ക് വേണമെങ്കിലും ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലൊക്കെ വീട്ടിലിരുന്ന് ചെറിയ ചെറിയ ബിസിനസ്. അപ്പം നമ്മൾ ആദ്യം 50,000 60,000 ഒന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട. നമ്മളെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ടോ, ഒരു 1000 2000 അല്ലെങ്കിൽ ഒരു 5000 ഉണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഏത് ആണ് നിങ്ങൾക്ക് ഇഷ്ടം, ഏത് മേഖലയാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അത് വെച്ചിട്ട് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരുപാട് ലാഭം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരു ബിസിനസ്സിന് തുടങ്ങരുത്. സ്റ്റാർട്ടിങ് ആകുമ്പോൾ ചിലപ്പോൾ നഷ്ടങ്ങളുണ്ടാകും. നമ്മൾ ഇറക്കിയതിൻ്റെ അത്ര നമുക്ക് ലാഭം കിട്ടിയെന്നൊന്നും വരില്ല. കാരണം നമുക്ക് കസ്റ്റമേഴ്സ് ഇല്ല. നമുക്ക് ചിലപ്പോൾ നമ്മൾ ചുറ്റുപാടിൽ അറിയുന്നവരോ ഫ്രണ്ട്സോ ഉണ്ടാവുള്ളൂ, റിലേറ്റീവ്സും മാത്രം ഉണ്ടാവും. പിന്നെ നമ്മളെ ഓരോരുത്തർ അറിഞ്ഞിട്ട് വേണം ഓരോ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങാൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിന് ഒരുപാട് ലാഭം കിട്ടിയെന്ന് വരില്ല. അതുപോലെ തന്നെ നമ്മൾ എന്ത് സെയിൽ ചെയ്യുകയാണെങ്കിലും, എന്താണ് ക്ലോത്തിങ് ആണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും ഏത് ഐറ്റംസ് സെയിൽ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഒരിക്കലും ഫസ്റ്റ് ടൈം തന്നെ ഒരുപാട് ലാഭം പ്രതീക്ഷിക്കാനും പാടില്ല. നിങ്ങൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റിന് ഒരുപാട് ലാഭം ഇട്ടിട്ട് കൊടുക്കാനും പാടില്ല. കാരണം വാങ്ങുന്ന കസ്റ്റമേഴ്സ് എല്ലാവർക്കും ഇപ്പം ഞാൻ ഈ ജ്വല്ലറി ബിസിനസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വലിയ ബിസിനസ്സൊന്നുമില്ല കേട്ടോ, ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഓരോ അനുഭവങ്ങളോട് പറയാം. നമ്മൾ ഒരിക്കലും വില കൂട്ടി ഇടരുത്. വില കുറച്ചിട്ടാണ് എപ്പോഴും നമ്മൾ അർഹതപ്പെട്ട ലാഭം മാത്രം നമ്മൾ എടുക്കുക. എന്നാൽ നമ്മളെ ബിസിനസ് ഏത് കാലം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമുക്കുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിലും അത് നമ്മളെ തേടിയിട്ട് തന്നെ വരികയും ചെയ്യും. ഏറ്റവും റേറ്റ് കുറച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക, ചെറിയൊരു ലാഭം മാത്രം എടുക്കുക, ഒരുപാട് കൂട്ടിട്ട്. കാരണം എനിക്ക് അനുഭവമുണ്ട്. എനിക്ക് ഈ ജ്വല്ലറീസ്, ബാംഗിൾസ്, വാച്ചസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഇത് തുടങ്ങാൻ എന്നൊക്കെ ഒരു 1-2 മാസം മുന്നേ ഞാനൊരു ഐറ്റം പർച്ചേസ് ചെയ്തായിരുന്നു. അപ്പോൾ അതെനിക്ക് ഞാൻ ഓക്കെ ആക്കി എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് എനിക്ക് പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ എനിക്ക് അന്വേഷിച്ചപ്പോൾ അതിന് അത്രയും റേറ്റ് ഇല്ല എന്ന് മനസ്സിലായി. അത് ചെറിയ എമൗണ്ട് എന്നല്ല അവർ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് കൂട്ടിയൊരു എമൗണ്ട് ആകുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് സംസാരിച്ച് എൻ്റെ കമ്പനിയായ സ്ഥിതിക്ക് ഞാനിനി വേണ്ട, നമുക്ക് ബിസിനസ്സിനൊക്കെ അറിയില്ല, ഒരു ഓർഡർ കിട്ടിയിട്ട് പിന്നെ അവസാനം അത് വേണ്ട പറയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ. അപ്പോൾ അത് ആലോചിച്ചിട്ട് മാത്രം എനിക്ക് അത്രയും എമൗണ്ട് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു സങ്കടം, ഇപ്പോൾ ഞാൻ വേണ്ട പറഞ്ഞാൽ സംസാരിച്ച് ഓക്കെ ആക്കി വെച്ചതല്ലേ, അപ്പോൾ ഇനി വേണ്ട പറഞ്ഞാൽ ആ ഒരു വിഷമം അവർക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ അത് വാങ്ങിയതാണ്. ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ കുഴപ്പമില്ല, അത് അവർക്ക് ബിസിനസ് ചെയ്യുമ്പോൾ അവർക്കത് ഓക്കെ എന്ന് വിചാരിക്കുക. കാരണം ഇത് പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിന് ഉണ്ടാവും. അപ്പോൾ അത് അവർക്ക് അർഹതപ്പെട്ടതാണ് ആ ലാഭം. പക്ഷെ നമുക്കത് മനസ്സിലാക്കാമല്ലോ, അതൊന്നല്ല, ഒരുപാട് എമൗണ്ട് കൂടിയിട്ടത്. പക്ഷേ ഞാനത് ആ ഒരു സംസാരത്തിൻ്റെ പുറത്തും അവർ സംസാരിച്ച് ഇതിൻ്റെ ഇതിൽ എനിക്ക് ക്യാൻസലാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനത് വാങ്ങി. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോലെ സാധാ ആൾക്കാരൊക്കെ ഉണ്ടാവും. സാധാ ആൾക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും കയ്യിൽ കാശ് വെച്ചിരിക്കുന്നത് ഇതുപോലെ ഹൗസ് വൈഫന്മാരുണ്ടാവും. ഞാൻ കുറേ കമൻസ് കണ്ടിട്ടുണ്ട് അതുപോലത്തെ വീഡിയോൻ്റെ അടിയിലൊക്കെ. എന്ത് രസമാണ് ജ്വല്ലറീസൊക്കെ കാണാൻ. എൻ്റെ വീഡിയോൻ്റെ അല്ല, നമ്മൾ ഇതേപോലെ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാണാനുണ്ട് എന്ത് രസമാണ് കാണാൻ, പക്ഷേ കാശില്ല, വാങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ കമൻറ്റ്സ് കാണാറുണ്ട്. അപ്പോൾ നമ്മളെപ്പോലെ സാധാ വീട്ടമ്മമാരുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ റേറ്റിനൊക്കെ നമുക്ക് കൊടുത്താൽ അവർക്കൊക്കെ വാങ്ങാൻ കഴിയും. കാരണം ഒരു ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ ഒരു പകുതി പോലും ഈ ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് വലിയ. കാരണം ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ വില കൂടിയ സമയമാണ്. ഈ ഒരു ഐറ്റംസിൻ്റെ കാര്യത്തിൽ ഞാൻ പറയണത്. അപ്പോൾ ഏത് സാധനം നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിലും കാശ് അധികം ഒരുപാട് റേറ്റ് കൂട്ടിരാതെ വേണം സെയിൽ ചെയ്യാൻ.
ഞാനിപ്പോൾ ഇത് ഓരോരോ പീസായിട്ടും സെയിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഹോൾസെയിലായിട്ടും സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹോൾസെയിൽ ഇപ്പോൾ വെക്കേഷൻ ടൈമല്ലേ, ഇപ്പോൾ ഈ കോളേജ് പോകുന്ന പിള്ളേർക്കാണെങ്കിലും അതുപോലെ തന്നെ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കാണെങ്കിൽ പോലും ഞാനിപ്പോൾ 1500 രൂപ മുതൽ ഞാനിവിടെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു എമൗണ്ടിന് വാങ്ങിയിട്ട് നിങ്ങൾക്കത് വേണമെങ്കിൽ അത് നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്കത് സെയിൽ ചെയ്തിട്ട് ചെറിയ എമൗണ്ടിലല്ലേ വാങ്ങുന്നുള്ളൂ, അങ്ങനെ സെയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ദുബായിലും സെയിൽ ചെയ്യുന്നുണ്ട്, നാട്ടിൽ വേണ്ടവർക്ക് നാട്ടിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എനിക്ക് ഇതിൻ്റെ തന്നെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ജ്വല്ലറീസിൻ്റെ തന്നെ GRF ജ്വല്ലറി പറഞ്ഞിട്ട്. അതിൽ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതുപോലെ തന്നെ കുറച്ച് മോഡൽസിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇനി പുതിയ വീഡിയോസ് ഇടാൻ ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ, കുറച്ച് പുതിയ ഐറ്റംസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അതിൽ ചാനൽ ചെക്ക് ചെയ്താലും അതിൽ വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്തിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഹോൾസെയിലായിട്ട് എടുക്കേണ്ടവരാണെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് 1500 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താൽ നമുക്ക് കുറച്ച് ചെറുതായിട്ടുള്ള പോക്കറ്റ് മണിയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അതിൻ്റെ നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വാട്സപ്പിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണം എന്നൊക്കെ മനസ്സിലിങ്ങനെ വെച്ചിരിക്കാതെ ചെറിയൊരു എമൗണ്ട് എടുത്താൽ മതി, ഒരുപാട് കാശ് ഇറക്കിയിട്ട് കാര്യമില്ല. ആദ്യം നമ്മൾ കുറച്ച് എമൗണ്ടിൽ ഇറക്കുക, അപ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടം വരില്ല. അതുപോലെ തന്നെ ഒരുപാട് വാങ്ങി വെച്ചിട്ടും കാര്യമില്ല, കുറേ സ്റ്റോക്ക് ഇറക്കിയിട്ട് നമ്മൾ കാര്യമില്ല. ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഏത് ഐറ്റം ആണെങ്കിലും നമ്മൾ കാശ് ഒരുപാട് ഇറക്കി ഒരുപാട് സ്റ്റോക്ക് ഇറക്കിയിട്ട് തുടക്കക്കാരെ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ. നമുക്ക് ഓൾറെഡി കസ്റ്റമേഴ്സും കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്, അങ്ങനെയുള്ള ആൾക്കാരെ കാര്യം ഞാൻ പറയണത്. അപ്പോൾ ബൾക്കാക്കി വീട്ടിലിങ്ങനെ വെച്ചിട്ട് നമുക്ക് നഷ്ടമാണെങ്കിൽ ഇങ്ങനെ വീട്ടിലിരിക്കുള്ളൂ ഐറ്റംസ്. അപ്പോൾ ചെറിയൊരു എമൗണ്ടിന് ഇറക്കി കുറച്ച് സ്റ്റോക്ക് ഇറക്കിയിട്ട് സെയിൽ ചെയ്യാം. പിന്നെ അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമേഴ്സ് ചോദിക്കും അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഐറ്റംസ് എന്താ ഡിമാൻഡ് കൂടുതൽ വെച്ചാൽ അത് നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇറക്കാൻ നോക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മളെ ഏത് ബിസിനസ് ആണെങ്കിലും കുറേശ്ശൊക്കെ നമുക്കത് മെച്ചപ്പെടുത്താൻ പറ്റും കേട്ടോ. ആദ്യമേ ഒരുപാട് ലാഭം നിങ്ങൾ എടുക്കരുത്, ഒരുപാട് കാശ് റേറ്റ് കൂട്ടിയിട്ടിട്ട് സെയിൽ ചെയ്യരുത്. അതുപോലെ തന്നെ ചെറിയൊരു ബഡ്ജറ്റിൽ തുടങ്ങാനും ശ്രമിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് മെല്ലെ പിന്നെ ഓരോ കസ്റ്റമേഴ്സൊക്കെ വന്ന് അങ്ങനെ കസ്റ്റമേഴ്സൊക്കെ വരാൻ കുറച്ച് ടൈം എടുക്കും. നമ്മൾ തുടങ്ങിയതും പെട്ടെന്ന് തന്നെ നമുക്ക് കസ്റ്റമേഴ്സ് വരണമെന്നില്ല. നമ്മൾ അറിയുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ വാങ്ങും, ചിലവർ വാങ്ങില്ല. വാങ്ങാത്തൊരു വേണ്ട, നമുക്ക് വേണോ ചോദിച്ചിട്ട് നടക്കേണ്ട ആവശ്യമില്ല. ആളുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ നമ്മളടുത്ത് വന്ന് നമ്മളെ പ്രൊഡക്ട്സ് വാങ്ങിക്കോളും. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ മടിച്ചിരിക്കാതെ, ഇനി കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിലും നമ്മളെ കയ്യിൽ ഒരു പോക്കറ്റ് മണി പോലൊക്കെ ചെറിയൊരു എമൗണ്ട്, ഒരുപാട് എമൗണ്ട് നമ്മൾ പ്രതീക്ഷിക്കരുത്, ലാഭം കിട്ടുമെന്ന് വിചാരിക്കരുത്. അപ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങുക, മെല്ലെ ഒക്കെ റെഡി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. എന്താണോ നിങ്ങളുടെ മൈൻഡിൽ, ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് മൈൻഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ആ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖല തന്നെ ചൂസ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾക്ക് അറിയാത്ത മേഖല എടുത്തിട്ട് പിന്നെ അതാവണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഈ ജ്വല്ലറീസിനോടാണ് കുറച്ച് ക്രേസ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ ചെറിയൊരു എമൗണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമുക്ക് കസ്റ്റമേഴ്സൊക്കെ കൂടെ ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ ഏത് പ്രൊഡക്റ്റും ഇറക്കുക. ഇതുപോലെയൊക്കെ യൂട്യൂബ് ചാനലുള്ളവരാണെങ്കിൽ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോസ് ഇട്ട് നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വാട്സപ്പ് ഉണ്ടാവുമല്ലോ, വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഐറ്റംസ് പ്രൊമോട്ട് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വലിയ ബിസിനസ് ചെയ്ത് വലിയ ആളായിട്ട് പറയുന്നില്ല. എനിക്ക് ദുബായിലായിട്ട് 25 വർഷമായി. അപ്പോൾ ഞാൻ പണ്ട് മുതലേ ഇങ്ങനത്തെ നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ ചുറ്റുപാടുണ്ടാവും. അപ്പോൾ ഓരോരോ അനുഭവങ്ങളെ കൊണ്ടും നമുക്ക് അവരെ കണ്ടിട്ടും കേട്ടും നമുക്ക് ഉള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ടും പിന്നെ എൻ്റെ കുറച്ച് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളോട് ഷെയർ ചെയ്തത് കേട്ടോ. അല്ലാതെ വലിയ എക്സ്പെർട്ടായിട്ട് പറയുന്നതല്ല. അപ്പോൾ എനിക്ക് തോന്നിയതും ചെറിയ ടിപ്പുകളാണ്. ഓരോരുത്തർക്കും ഓരോ മൈൻഡിലെ ഓരോ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഞാൻ ചെറിയൊരു ടിപ്പ്, നമുക്ക് നല്ല രീതിയിൽ ചെറുതായിട്ട് ബിസിനസ് തുടങ്ങി, ചെറിയ ബിസിനസ്സുകാരുടെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ വീട്ടിലിരിക്കുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഇതുപോലെയൊക്കെ ചെറുതായിട്ട് തുടങ്ങാം. ആഗ്രഹമുള്ളവരുണ്ടാവും തുടങ്ങണമെന്ന്. ചിലവരുടെ കയ്യിൽ കാശില്ലാത്തവരുണ്ടാവും സാധനങ്ങൾ വാങ്ങാൻ. അപ്പോൾ അതാവുന്നത് ചെറിയൊരു എമൗണ്ട്, നമ്മളൊരു ഡ്രസ്സ് എടുക്കുന്ന ഒരു റേറ്റൊക്കെ ചിലപ്പോൾ അതിനൊക്കെ വെച്ചൊരു ബിസിനസ് തുടങ്ങാൻ വരുള്ളൂ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ക്ലിക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനല്ല അതിൻ്റെ കാര്യം. എന്ത് ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ക്ഷമ പറഞ്ഞ സംഭവം, ക്ഷമ നല്ല വേണം കേട്ടോ. ഇതൊന്നും തുടങ്ങി ഒന്നും നല്ല രീതിയിലൊക്കെ ടാക്കിളായി നമുക്ക് ഓക്കെ എന്ന് തോന്നുന്ന വരെ നമുക്ക് നല്ല ക്ഷമ വേണം. അല്ലെങ്കിൽ സെയിലില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിത് ഇട്ടെറിഞ്ഞ് പകുതി വെച്ചിട്ട് പോകാനും പാടില്ല. സെയിലില്ലാതെ ഒക്കെ ഉണ്ടാവും തുടക്കത്തിലൊക്കെ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം.
കുറച്ച് സെയിൽ വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവുക. സെയിലില്ലല്ലോ, ആരും വാങ്ങുന്നില്ലല്ലോ, വിളിക്കുന്നില്ലല്ലോ, ഏതൊരു ഐറ്റം ആണെങ്കിലും കേട്ടോ, ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ വെക്കുകയാണെങ്കിലും ഇല്ലാന്ന് വെച്ച് ടെൻഷൻ അടിച്ചിട്ട് നിർത്തി പോകരുത്. നിങ്ങൾ കണ്ടിന്യൂ തന്നെ ചെയ്യുക. അപ്പോൾ ഒരു ദിവസം നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. ഓക്കെ, ബൈ.